സംസ്ഥാനത്ത് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റുകൾക്ക് പട്ടയം അനുവദിക്കും. 9 ജില്ലകളിലായി നിർമ്മിച്ച 2351 ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കാണ് പട്ടയം ലഭിക്കുക. പട്ടയം നൽകുന്നതോടെ ഫ്ളാറ്റിന്റെ പൂർണ്ണ അവകാശം ഫ്ളാറ്റിലെ താമസക്കാർക്ക് ലഭിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് റിനു ശ്രീധർ തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ റിനു. സംസ്ഥാനത്ത് പുനർഹേകം പദ്ധതി പ്രകാരവും അതുപോലെ തന്നെ സുനാമി ദുരന്ത ബാധിതർക്കുമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഒട്ടനവധി ഫ്ളാറ്റുകൾ താമസത്തിന് വേണ്ടി വെച്ചു നൽകിയിട്ടുണ്ട്. ഇവർക്ക് താമസ അവകാശം മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ അവർക്ക് പട്ടയം കൂടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച് അതാത് ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവായി തന്നെ ഈ നിർദ്ദേശം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവിഭക്ത ഓഹരി അവകാശം രേഖപ്പെടുത്തിയ പട്ടയമാണ് നൽകുന്നത്. അതായത് ഈ ഫ്ളാറ്റ് നിലനിൽക്കുന്ന ആ ഭൂമി അത് കൃത്യമായി ആ താമസിക്കുന്ന ഉടമകൾക്ക് വീതിച്ച് നൽകുന്ന ഒരു രീതിയിലാണ് ഈ പട്ടയം നൽകുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് 9 ജില്ലകളിലായി 2351 ഫ്ളാറ്റുകളിലെ ഉടമകൾക്ക് പട്ടയം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇത് കൈവശം വെക്കാൻ മാത്രം അനുഭവിക്കാൻ മാത്രമാണ് ഇത്ര വർഷം എന്നുള്ളൊരു രീതിയുണ്ട്. അത് നേരത്തെ തന്നെ ഇവർക്ക് ഈ ഫ്ളാറ്റുകൾ നൽകുമ്പോൾ കരാറായി എഴുതി നൽകിയിട്ടുണ്ട്. ആ വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൈമാറ്റം ചെയ്യുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഫ്ളാറ്റിൽ ഭാര്യയും ഭർത്താവുമാണ് താമസിക്കുന്നതെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരിലായിരിക്കും ഈ പട്ടയം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സർവേ നമ്പർ രേഖപ്പെടുത്തേണ്ടുന്ന സാധാരണഗതിയിൽ ഈ പട്ടയത്തിൽ സർവേ നമ്പർ രേഖപ്പെടുത്തണം. ഫ്ളാറ്റുകളിൽ സർവേ നമ്പർ നമുക്ക് ആ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റുകൾക്ക് പട്ടയം നൽകുമ്പോൾ ആ ഭൂമി ആ ഫ്ളാറ്റ് നിലനിൽക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ ആയിരിക്കും ആ ഭാഗത്ത് ചേർക്കേണ്ടത്. ഒപ്പം ഓരോ പട്ടയത്തിലും അധിക വിവരമായി ആ ഫ്ളാറ്റിൻ്റെ ഫ്ലോറിൻ്റെ കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെയുള്ള നമ്പറുകളും നൽകുമെന്നുള്ളതാണ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഫ്ളാറ്റുകൾ ലഭിച്ചെങ്കിലും ഈ താമസ സൗകര്യം മാത്രം അല്ലെങ്കിൽ താമസ അവകാശം മാത്രം നിലനിൽക്കുന്നവർക്ക് ഇത് വലിയ രീതിയിലുള്ളൊരു സൗകര്യപ്രദമാകും എന്നുള്ളതാണ്. ഇവർക്ക് ഇത് വെച്ച് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനും ഒക്കെ തന്നെ സാധിക്കും, സഹായകരമാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.